ഹായ് ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വുമൻസ് എന്തുകൊണ്ടാണ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആകാത്തത്. അതിനുള്ള പല റീസൺസ് ഉണ്ട്. സോ അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വരാവുന്ന കാരണങ്ങൾ എന്നുള്ളത്. ഒന്നാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു റീസൺ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന അൺറിസോൾവ്ഡ് ഇഷ്യൂസ് ആണ്. ഇത് തന്നെ രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ ബിസി ആയിരിക്കും, അതായത് ദേ ആർ ബിസി വിത്ത് ബിൽഡിംഗ് ദംസെൽഫ്. അവർക്ക് അവരുടേതായുള്ള ഡ്രീംസ് ഉണ്ടായിരിക്കും. അവരെ തന്നെ കാണുന്നത് ഒരു സ്റ്റേജിൽ, അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ 5 years ഒരു 10 years ഒരു പർട്ടിക്കുലർ സ്റ്റേജിലായിരിക്കും അവരുടെ ഒരു ലൈഫിൽ. സോ അത് ബിൽഡ് ചെയ്യുന്നത് തിരക്കിലായിരിക്കും ചില ആളുകൾ. അതുകൊണ്ട് തന്നെ അവരൊരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്തകളൊന്നും ഇപ്പോൾ നിലവിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ ആയിട്ട് വരുന്നത്. ഇനി അൺറിസോൾവ്ഡ് ഇഷ്യൂ തന്നെ രണ്ടാമതായി വരുന്ന മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇൻ കേസ് അവരൊരു റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക. ഇന്നത്തെ കാലത്ത് ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആകുന്നതിന് മുമ്പ് ആ വ്യക്തി എങ്ങനെയുള്ളതാണെന്നൊക്കെ പല ആളുകളും ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് മാച്ചിങ് ആണോ, നിങ്ങളുടെ ചിന്താഗതിയോട് അനുയോജ്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെന്നൊക്കെ പല ആളുകളും ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇന്ന്. സോ ഇങ്ങനെ ഒരു ടെസ്റ്റിംഗ് പീരീഡിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് അറൈസ് ചെയ്യുന്നു. ആ ഒരു ഇഷ്യൂസ് ഒന്നും അവർക്ക് സോൾവ് ചെയ്യാനും കഴിയുന്നില്ല. അതായത് ഒരുപാട് ഇഷ്യൂസ് ആണ് നിലവിൽ അവരുടെ ലൈഫിൽ. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയുമായിട്ടുള്ള ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആകാൻ അവർ തയ്യാറാകില്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം. സോ ഒരു വുമൺ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആകാതിരിക്കുന്നതിനുള്ള ഒന്നാമത്തെ റീസൺ ആയി വരുന്നത് അൺറിസോൾവ്ഡ് ഇഷ്യൂ തന്നെയാണ്. ഇത് രണ്ട് രീതിയിൽ ഇങ്ങനെ സംഭവിക്കാം. ഇനി രണ്ടാമത്തെ റീസൺ എന്താണെന്നുള്ളത് നോക്കാം. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കുറിച്ചിട്ടുള്ള അൺസർട്ടനിറ്റീസ്, ഫിയേഴ്സ് ആയിരിക്കാം, ഡൗട്ട് ആയിരിക്കാം. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയെ കുറിച്ച് ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയുമായി കണ്ടു, പരിചയപ്പെട്ടു, നേരത്തെ പറഞ്ഞൊരു ടെസ്റ്റിംഗ് പീരീഡിലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ വ്യക്തിയെക്കുറിച്ച് ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം, അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുമായുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ യോജിച്ച വ്യക്തിയാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് സ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പോഴും എത്താൻ കഴിയുന്നില്ല. അതായത് ആസ് എ വുമൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോഴും എത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു സ്ത്രീ ആ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആകാൻ മടിക്കും എന്നുള്ളത് മറ്റൊരു കാരണമാണ്. സോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു പൂർണ്ണ രൂപം അവർക്ക് ലഭിക്കാത്തിടത്തോളം കാലം തീർച്ചയായും അവർ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആകാൻ മടി കാണിക്കും. ഇനി മൂന്നാമത്തെ റീസൺ, ഇത് വളരെ പതിവായിട്ട് അല്ലെങ്കിൽ വളരെ സ്വാഭാവികമായിട്ടും കൂടുതലായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ദേ ആർ ഹോപ്പിംഗ് ഫോർ ബെറ്റർ വൺ. ഡെഫിനറ്റ്ലി ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും, എൻ്റെ ലൈഫ് പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ. എസ്പെഷ്യലി നമ്മുടെ ഒരു ചിന്താഗതിക്ക് അനുയോജ്യമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ് പല ആളുകളും, അല്ലെങ്കിൽ ഏറെക്കുറെ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒഴിച്ചു നിർത്തിയാലും നമ്മുടെ ഒരു ചിന്താഗതിക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. സോ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ അല്ല നിങ്ങൾ ഇപ്പോൾ കണ്ടുമുട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മേ ബി ഇനി മറ്റൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതിക്ക് അനുയോജ്യമായ മറ്റൊരു വ്യക്തി വരും. ലൈക്ക് അങ്ങനെ ഒരു ബെറ്റർ പേഴ്സണ് വേണ്ടിയിട്ടുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വെയിറ്റിംഗിൽ പല ആളുകളും ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി ഇത് കൂടുതൽ സംഭവിക്കുന്ന മറ്റൊരു റീസൺ ആണ് ഹോപ്പിംഗ് ഫോർ ബെറ്റർ വൺ എന്നുള്ളത്. ഇനി ഫോർത്ത് റീസൺ എന്ന് പറയുന്നത്, ഇൻ കേസ് ആ സ്ത്രീക്ക്, ആ വുമണിന് ഡെഫിനറ്റ്ലി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, നോട്ട് നൗ ദേ ഹാഡ് എ റിലേഷൻഷിപ്പ്. അങ്ങനെയുള്ള കേസുകളിലും അവർ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആകാൻ മടിക്കുമെന്നുള്ളതാണ്. ഒരു പക്ഷേ ആ റിലേഷൻഷിപ്പ് എക്സിറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അവസാനിച്ചു എന്നുള്ളത്, ആ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാത്ത ആളുകൾ സ്റ്റിൽ അവർക്ക് വേണ്ടി വെയിറ്റിംഗിലാണെങ്കിൽ, അല്ലെങ്കിൽ അതിനോട് യോജിച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വെയിറ്റിംഗിലൊക്കെ ആണെങ്കിലൊക്കെ ഡെഫിനറ്റ്ലി ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആകാൻ അവർ പെട്ടെന്ന് മടിക്കും. ബിക്കോസ് അവർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിൽ നിന്നും മേ ബി അവർ ആ ഒരു പെയിൻ ഒന്നും ഹീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആകാൻ അവർ ടൈം എടുക്കും എന്നുള്ളത് മറ്റൊരു റീസൺ ആണ്. നോർമലി ഗേൾസിൽ മാത്രമല്ല ബോയ്സിലും കണ്ടുവരുന്ന ഒട്ടും തന്നെ
സീരിയസ് റിലേഷൻഷിപ്പ് ഒന്നും ഇഷ്ടപ്പെടാത്ത, എന്നാൽ അത് തുറന്നു പറയുകയും ചെയ്യാതെ ഒരു ഡ്രാമ പ്ലേ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളാണെങ്കിലും ഡെഫിനറ്റ്ലി സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് എൻ്റേഡ് ആകാൻ താല്പര്യം ഉണ്ടായിരിക്കുകയും ഇല്ല. അവരത് ഓപ്പൺ ആയി പറയുകയുമില്ല. ഇങ്ങനത്തെ ആളുകളെ ഫൈൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ അത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ബിക്കോസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇൻ കേസ് അവർ കുറച്ച് അഡ്വാൻസ്ഡ് ആയി തിങ്ക് ചെയ്യുന്നു, എന്നാൽ ഇപ്പറം നിൽക്കുന്ന ഈ ഒരു വ്യക്തി ഒട്ടും തന്നെ സീരിയസ് അല്ല, അവരൊരു പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ലൈക്ക് ഒരു ടൈം പാസിനൊക്കെ കാണുന്ന ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും മറ്റേ വ്യക്തി അത് വളരെ കൂളായി എടുക്കുകയും ചെയ്യും. സോ ഡെഫിനറ്റ്ലി ഇത് സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു റീസൺ തന്നെയാണ്. ഡെഫിനറ്റ്ലി കംപ്ലീറ്റ്ലി ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു സീരിയസ് റിലേഷൻഷിപ്പും മേക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്ത, ഫുള്ളി പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. സോ ഇത് മറ്റൊരു റീസൺ ആണ് ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് എൻ്റേഡ് ആകാതിരിക്കുന്നതിനുള്ള റീസൺ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് റീസണുകളിൽ കുറച്ച് റീസൺ മാത്രമാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളൊരു വ്യക്തിയെ ഫൈൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് എൻ്റേഡ് ആകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയി പറയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എന്നും ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലാത്ത കേസിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ വെച്ച് തകർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്കും ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു സീരിയസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം.